പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 21 വാക്യത്തിലെ അവസാനത്തെ എപ്പിസോഡ്, 4-ാമത്തെ എപ്പിസോഡ്. യേശുവിനെ പരീക്ഷിക്കാൻ നേരത്ത് സാത്താൻ ചെയ്തത് എന്താ? 3 പ്രധാന കാര്യങ്ങൾ. അപ്പമായി തീരാൻ പറഞ്ഞു, മുകളിൽ നിന്ന് ചാടാൻ പറഞ്ഞു, മൂന്നാമത്തെ എന്താ? കല്ലപ്പമായി തീരാൻ പറഞ്ഞു, മുകളിൽ നിന്ന് ചാടാൻ പറഞ്ഞു. പിന്നെ 3 കാര്യങ്ങളുണ്ടല്ലോ പരീക്ഷ. പെട്ടെന്ന് സാത്താൻ അത് മറിച്ച് കളയും നമ്മുടെ ആലോചന. അത് പറയരുതല്ലോ, അത് പറയരുതെന്ന് പറയാനായിട്ട് ഈ ചെയ്യുന്നത് സാത്താൻ. മത്തായി 4-ലുണ്ടത്. മത്തായി 4 എടുത്ത് വായിച്ചാൽ കിട്ടും. ഹല്ലേലൂയ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞു. കല്ലപ്പമായി തീരാൻ പറഞ്ഞു, വീട് നമസ്കരിക്കാൻ പറഞ്ഞു, മുകളിൽ നിന്ന് ചാടാൻ പറഞ്ഞു. 3 ഓപ്ഷൻ വെച്ചു കൊടുത്തു, 3 എണ്ണം. ഈ 3 എണ്ണത്തിൽ ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം തോറ്റു കിടക്കുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റായിട്ട് വരുമോ? ഏറെക്കുറെ ശരിയല്ലേ പ്രിയമുള്ളവരെ? നെഞ്ചത്ത് കൈവച്ച് ചോദിക്കും, ശരിയല്ലേ? ഹല്ലേലൂയ. ആ പരീക്ഷ ഘട്ടത്തെ ഇന്നത്തെ ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ, ഒരു തലപ്പത്തിരിക്കുന്ന ഒരു പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ആ പലസ്തീൻ നാട്ടിലെ അപ്പം മുഴുവൻ കല്ലാക്കി മാറ്റിയത്. വീണ് നമസ്കരിക്കാൻ പറഞ്ഞപ്പം കുമ്പിട്ട് വീണ് എല്ലാം പേടിച്ചത്. എടുത്ത് ചാടാൻ പറഞ്ഞു, എടുത്ത് ചാടി കയ്യും കാലും ഒടിഞ്ഞ് മെഡിക്കൽ ടെസ്റ്റിൽ കിടന്നു. സംശയമില്ലാത്ത കാര്യമാണ്. കർത്താവിൻ്റെ ഉള്ളിൽ തിരുവെടുത്തുണ്ടായിരുന്നു. ഞാനിത് കളിയാക്കുകയോ നിന്ദിച്ചോ പറയുകയല്ല. ദൈവവചനം നമ്മുടെ ഹൃദയത്തിലാണ് എഴുതിയത്. പുതിയ നിയമം, കഴിഞ്ഞ പ്രാവശ്യത്തെ മെസ്സേജിലൊക്കെ അതുണ്ട്. പുതിയ നിയമ പ്രമാണം നമ്മുടെ ഹൃദയമെന്ന മാംസപ്പലകയിൽ എഴുതി. എങ്ങനെ എഴുതിയെന്ന് പറഞ്ഞാൽ, നീ വായിച്ച് പഠിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അത് എഴുതിക്കൊണ്ടിരിക്കും ഹൃദയത്തിൽ. ന്യായപ്രമാണം കല്ലിലെഴുതി. പുതിയ നിയമ പ്രമാണം, ക്രിസ്തുവിന്റെ പ്രമാണം ഹൃദയമെന്ന മാംസപ്പലകയിൽ എഴുതി. നീ പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ, വിശുദ്ധിയോടെ, നിർമ്മലതയോടെ ഈ പുതിയ നിയമ വചനവസ്തുക്കൾ വായിച്ചു പഠിക്കുമ്പോൾ ആത്മാവ് നിന്റെ ഹൃദയത്തിൽ എഴുതി തരും. ആ ഹൃദയത്തിൽ എഴുതി തന്നിരിക്കുന്ന വചനം നിനക്ക് സന്തോഷവും സമാധാനവും പ്രത്യാശയും നിത്യതയും തരുവാൻ പര്യാപ്തമാണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. യോഹന്നാൻ 6:63. മോശയുടെ വചനം കൊല്ലുന്നത്, മരണത്തിൻ്റെത്, ഇരുട്ടിൻ്റെത്. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 3-4-5 വാക്യം വായിച്ചാൽ അത് കിട്ടും. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങൾ പറഞ്ഞ് എൻ്റെ മെസ്സേജ് നിർത്താനാണ് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ വചനം വായിക്കുകയും പഠിക്കുകയും അതനുസരിക്കുകയും ചെയ്യണം. നമ്മുടെ ഹൃദയത്തിൽ അത് സംഗ്രഹിക്കണം. പ്രവചനമെന്നുള്ളത് ആൾക്കാർ പറയുന്ന കാറ് കാണുന്നു, ഫ്ലൈറ്റ് കാണുന്നു, ടിക്കറ്റ് കാണുന്നു, ഇതെല്ലാം സാത്താൻ്റെ ചെപ്പടി വിദ്യയാണ്. പഴയ നിയമത്തിൽ പ്രവാചകന്മാരുണ്ടായിരുന്നു, പുതിയ നിയമത്തിൽ പ്രവാചകന്മാർ വേണ്ട. എന്താ പാസ്റ്ററെ? പൗലൂസിൻ്റെ പഠിപ്പിക്കൽ പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നു. നമുക്ക് പ്രയോജനമുള്ളതെല്ലാം അപ്പോസ്തലന്മാർ അറിയിച്ചു തന്നിട്ടുണ്ട്. കർത്താവും അപ്പോസ്തലന്മാരും വിശുദ്ധ പ്രവാചകന്മാരും തന്നിട്ടുണ്ട്. പഴയ നിയമം നിഴലായി, പുതിയ നിയമം പൊരുളായി വായിച്ചു പഠിച്ച് പുതിയ നിയമ വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കണം. നീ പ്രവാചകനായിരിക്കാം, ആത്മീയനായിരിക്കാം, ഞാൻ എഴുതുന്ന ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ കൽപ്പനകൾ ഓരോന്നും അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് സ്വർഗത്ത് പോകാം. ഇല്ലെങ്കിൽ നമ്മുടെ യാത്ര പരുങ്ങലിലാണ്. നമ്മൾ ഈ ഭൂമിയിലെ യാത്രികനാണ്, പരദേശി യാത്രക്കാരനാണ്, മോക്ഷയാത്രക്കാരനാണ്. ഇവിടെ നമുക്കൊന്നുമില്ല, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. അബ്രഹാം ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. പഴയ നിയമ ഭക്തൻ അങ്ങനെ കാത്തിരുന്നെങ്കിൽ കൂടെ പോയ ലോത്ത് പേരിൽ കൂട്ടി കരമടച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് സന്തോഷിച്ച് പട്ടണവാതിക്കൽ വായി നോക്കി ഇരുന്നപ്പോൾ എന്താ സംഭവിച്ചു? ദൈവം പറഞ്ഞു ഓടിക്കോളാൻ പറഞ്ഞു. കരമടച്ച രസീതൊക്കെ അവിടെ ഇരിക്കുക. രസീത് എടുക്കാൻ പറ്റിയില്ല, ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ നിന്ന് ഓടിയ ഓട്ടം കണ്ടം വഴി ഓടി എവിടെ നിന്ന് പോയി എനിക്കറിയത്തില്ല.
ഒന്നെനിക്ക് മനസ്സിലായി, പത്രോസ് പറഞ്ഞു ഓടി ഓടി വലഞ്ഞു പോയി അവൻ. ഫിസിക്സിലോത്ത് ഓടി അവസാനം ഉപ്പ് തൂണായി തീർന്നു. ഈ ഗതികെട്ട അവസ്ഥയിലേക്ക് പുതിയ നിയമവിശ്വാസികൾ വരരുത് ദൈവമക്കളെ. ഞാൻ കൈകൂപ്പി വിളിച്ചു പറയുക, നമ്മളിവിടെ പരദേശികളാണ്. 2 പത്രോസ് 2:11 വായിച്ച്. 2 പത്രോസ് 11:11 പ്രിയമുള്ളവരെ എന്ന് തുടങ്ങുന്ന പത്രോസിന്റെ പ്രയോഗം. പൗലൂസ് പറഞ്ഞു നമ്മൾ പരദേശികളും പ്രവാസികളുമാണ്. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, മറ്റു പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്. പരദേശി യാത്രക്കാരനാണ്, മോക്ഷയാത്രക്കാരനാണ്. ഈ സ്വന്തമല്ലാത്ത ദേശത്ത് അല്പസമയം നമ്മളിവിടെ പാർക്കുക. ഇത് നമ്മുടെ സ്വന്തം ദേശമല്ല, ഇത് അന്യദേശമാണ്. ഇസ്രായേൽ മക്കൾ സ്വന്തമല്ലാത്ത ദേശത്ത് പാർത്തതുപോലെ പുതിയ നിയമസഭ വിശ്വാസികൾ നമ്മളൊരു കേരളക്കരയിൽ ഓരോ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം, തോട്ടങ്ങളൊക്കെ ഉണ്ടാകാം. ഇത് അല്പകാലമേ ഉള്ളൂ ഇവിടുത്തെ വാസം. വായിച്ചേ. 1 പത്രോസ് 2:11. ഹല്ലേലൂയ. ഒരു വലിയ പ്രയോഗം പത്രോസ് അവിടെ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ, മതി, അത്ര മതി. പ്രവാസികളും പരദേശികളുമാണ്. ഒരാൾ ഗൾഫിൽ പോയി ജോലി ചെയ്താൽ അവിടുത്തെ പ്രവാസിയാവൻ. അവിടുത്തെ കോൺട്രാക്ട് തീരുമ്പോൾ ചലമ്പാതി കയറി പോകണം, പോയി ചവിട്ടി പുറത്താക്കൂലേ. വിളിച്ച് പാർക്കുന്നവരെയൊക്കെ പിടിച്ച് ചവിട്ടി കയറ്റി വിടുന്ന കണ്ടിട്ടില്ലേ? കൂട്ടുകാരെല്ലാം കൂടി ടിക്കറ്റ് എടുത്ത് ഭൂദേശിമാരി വരെ ചവിട്ടി കയറ്റിയ ചരിത്രമുണ്ട്. ഒരു ഉദ്ദേശം ഇവിടെ നിന്ന് അവിടെ ചെന്ന് വട്ടിപ്പലിശയ്ക്ക് എടുത്ത് അവിടെ ചെന്നിട്ട് അവസാനം കാശുമില്ല, ഒന്നുമില്ല, ശുശ്രൂഷയിൽ ഒരു കുന്തവും ഇല്ലാണ്ട് അവിടെ കിടന്ന് വട്ടം കറങ്ങി പാർട്ണർമാരെല്ലാം കൂടി പിരിവിട്ട് നടുവ് നോക്കി ഒരു ഒറ്റ ചവിട്ടിന് നേരെ ബോംബെ വന്നു. കുറച്ച് കാശ് കൂടി കൈ കൊടുത്താണ് അവിടെ നിന്ന് ട്രെയിൻ കയറി പോകാനുള്ള കാശ്. വല്ല ആവശ്യമുണ്ടോ? വിദേശയാത്രയ്ക്ക് വേണ്ടി പോകുന്ന പാർട്ണർമാർ ചിന്തിച്ചോ? നിന്റെ വിദേശയാത്ര കൊണ്ട് നിന്റെ ഗീശ വെറുക്കല്ലാതെ ജനത്തിന് ഒരു ഗുണവുമില്ല. ദൈവം നിന്നെ അയച്ചപ്പോ അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേ. അതിലുള്ള വിശ്വാസികളെ ഉപദേശം പഠിപ്പിച്ച് അക്കരെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. പൗലോസ് പറയുന്ന പോലെ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനെയും സകല യാനത്തോട് ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി നിൽബലത്തോടെ വ്യാപരിക്കുന്നുണ്ട്, വ്യാപാര ശക്തിക്കത്തോളം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. പ്രവചനം ഇസ്രായേൽ മക്കൾക്കുണ്ടായിരുന്നു. അതും പ്രവാചകന്മാർ മുഴുവൻ നല്ല സൂപ്പർ കള്ള പ്രവാചകന്മാർ. പ്രവാചകന്റെ വാക്ക് നീ കേൾക്കരുത് ദൈവം പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. കാരണം മുഴുവനും കള്ളപ്രവാചകന്മാരാണ്. 500-600 പ്രവാചകന്മാർ പ്രവചിച്ചു, രാജാവേ നീ പോ തിരിച്ചു വരും. മീഖ്യാവ് എന്നൊരു പ്രവാചകൻ പറഞ്ഞു നീ പോകും, നീ തിരിച്ചു വരത്തില്ല. അവന് നല്ല സൂപ്പർ അടിയും കിട്ടി, ചെവിക്കുറ്റി കൊണ്ട്. അവസാനം അടി കിട്ടിയ പ്രവാചകൻ പറഞ്ഞത് സംഭവിച്ചു. പള്ളയ്ക്ക് കത്തി കയറി. രാജാവിൻ്റെ പടയ്ക്ക് ആലോചന ഇല്ലാതെ പടക്കെടുത്ത് ചാടി കത്തി കയറി ചാകാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യൂദായും ശീലാസും പ്രവാചകന്മാരാണ്. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നു. പ്രവൃത്തി 20:20. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ. പ്രവൃത്തി 20:20 ആണോ അത്? സംശയമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രവൃത്തി 20:20. പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായി വീട് തോറും ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കും. അതാ 20:20. അടുത്ത് 27 ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു. ഇനി ദൈവത്തിൻ്റെ ആലോചന അറിയിക്കാൻ ചാക്കോ പ്രവാചകന്റെയും മത്തായി പ്രവാചകന്റെയും ആ പ്രവാചകന്റെ ഈ പ്രവാചകന്റെ അടുക്കലൊന്നും പോണ്ട. അവർ നിന്നെ നരകത്തിൽ വിടാനുള്ള ആലോചനയൊക്കെ നിനക്ക് പറഞ്ഞു തരും. നീ നശിച്ചും പോകും. കുത്തിയിരുന്ന് പഠിക്കേ പൗലൂസിന്റെ വചനങ്ങൾ, ദൈവത്തിൻ്റെ ആലോചന. പത്രോസിന്റെ, യോഹന്നാന്റെ, യാക്കോബിന്റെ, യൂദയുടെ പ്രവൃത്തി പുസ്തകം വാക്കിനാൽ ലേഖനത്താൽ തന്ന പ്രമാണം വായിച്ച് പഠിക്കേ. അതെല്ലാം ദൈവത്തിൻ്റെ ആലോചനയാണ്, ദൈവത്തിൻ്റെ ഉപദേശമാണ്. അതിലൂടെ നമുക്ക് സ്വർഗത്തിൽ പോവാം. കർത്താവ് അപ്പോസ്തലന്മാർ തന്നിരിക്കുന്ന വചനങ്ങളിലൂടെ നമുക്ക് സ്വർഗത്തിൽ പോകാനുള്ള എല്ലാ വഴിയും അവർ തെളിയിച്ച് തന്നിരിക്കുക. പിന്നെ അത് ഇടുക്കമുള്ള വഴിയാണ്. ഞെരുക്കമുള്ള വഴി വേണമെങ്കിൽ മോശന പ്രമാണത്തിലേക്ക് പോകാം. കാരണം പഴയ നിയമം തരുന്നത് ഭൗതിക അനുഗ്രഹങ്ങളാണ്, പുതിയ നിയമം തരുന്നത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാണ്. ഇതാണ് വ്യത്യാസം. ഈ തരംതിരിവ് മനസ്സിലാക്കിയില്ലെങ്കിൽ എൻ്റെ പൊന്നു സഹോദരന്മാരെ നമ്മുടെ ജന്മം പാഴാം. അതുകൊണ്ട് പ്രവചനത്തിൻ്റെ പുറകെ പോകാതെ
കർത്താവും അപ്പോസ്തലന്മാരും തന്നിരിക്കുന്ന പ്രാവചനിക വചനങ്ങൾക്ക് ചെവി കൊടുക്ക് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ആ ഭാഗത്ത് നിന്ന് മുൻപോട്ട് പോകുക. ഇനി പ്രവചനത്തെക്കുറിച്ച് റോമാലേഖനത്തിൽ പറയുന്ന ഒരു വചനമുണ്ട്, അതെൻ്റെ ഹൃദയത്തിൽ കർത്താവ് തെളിയിച്ചു തരുന്നു. അതിൻ്റെ 12-ാം അധ്യായത്തിൽ കാതലായ വേദഭാഗമാണ്. അത് വായിച്ച് എല്ലാവരും പഠിച്ചു കൊള്ളണം, അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു ഉയരാതെ, റോമർ 12:3 മുതൽ, അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകുമെണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നു. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തിയും നല്ലതാനും. അത് പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരം ഉള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം. അപ്പൊ പ്രവചനം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? വിശ്വാസത്തിനൊത്തവണ്ണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? വിശ്വാസ പ്രമാണത്തിനൊത്തവണ്ണം. യൂത പറയുന്നു, ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസ പ്രമാണം. യൂത 3. തിമോഥെയോസിന്റെ ലേഖയിൽ വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥ, അത് വിശ്വാസ പ്രമാണത്തെ കാണിക്കുന്നത്. ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസ പ്രമാണം. അപ്പൊ പ്രവചിക്കുന്നവനെങ്കിൽ വിശ്വാസ പ്രമാണത്തിനൊത്തവണ്ണം. അത് എഴുതിയിട്ട് പഠിക്കണേ, ഭയങ്കര ഒരു വാക്യമാണ്. പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ വിശ്വാസ പ്രമാണത്തിനൊത്തവണ്ണം, ഉപദേശിക്കുന്നവനെങ്കിൽ വിശ്വാസ പ്രമാണത്തിനൊത്തവണ്ണം, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ വിശ്വാസ പ്രമാണത്തിനൊത്തവണ്ണം. എല്ലാം വിശ്വാസ പ്രമാണത്തിനൊത്തവണ്ണമായിരിക്കണം. പ്രമാണം വിട്ടുപോയാൽ പ്രവചനം പാളും. നിന്റെ പോക്കറ്റ് നിറയും, ഈ പ്രവചിക്കുന്നവന്റെ പോക്കറ്റ് നിറയും. രണ്ടും നിറയത്തിലോട്ട് പോകും. ഞാൻ ഇനിയൊന്നും മറച്ചു വയ്ക്കുന്നില്ല, എല്ലാം തെളിച്ച് പറഞ്ഞങ്ങ് പോവുക. കർത്താവിൻ്റെ വരവായി. ഒന്നുകിൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകും, അല്ലെങ്കിൽ കർത്താവ് വരും. ഇത് രണ്ടിലൊന്ന് സംഭവിക്കാത്ത ആരും എൻ്റെ ശബ്ദം കേൾക്കുന്നില്ല. എപ്പോഴാണ് സഹോദരാ നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും അറ്റാക്ക് വന്ന് മരിക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് മരിക്കുന്നു. ഇന്ന് കാണുന്ന മനുഷ്യനെ നാളെ കാണുന്നില്ല. ഇന്ന് കണ്ട മനുഷ്യനെ ചുമരിലൊക്കെ പോസ്റ്റായിട്ടും കൊച്ചു പേപ്പറിലൊക്കെ പ്രിന്റ് ചെയ്ത് നമ്മൾ ദേഹത്ത് തൂക്കിക്കൊണ്ടൊക്കെ നടക്കുക. പാസ്റ്റർമാർ മരിച്ചു കഴിഞ്ഞ്, വിശ്വാസികൾ മരിച്ച അതിൻ്റെ ഒരു ഫോട്ടോ നമ്മുടെ നെഞ്ചത്തോട്ട് ക്ലിപ്പ് ചെയ്ത് തരും. അതുകൊണ്ടാണ് നടക്കുന്നത്. പിന്നെ ഒരു കാര്യം, പുതിയ നിയമം നിങ്ങൾ കേൾക്കണമെങ്കിൽ മരണ വീട്ടിൽ പോകണം. സഭയിൽ ചെന്നാൽ രക്ഷയില്ല. സഭയിൽ ഞങ്ങൾ സങ്കീർത്തനം പെടത്തില്ല. PM ജോസഫ് പാസ്റ്റർ പറഞ്ഞ പോലെ സങ്കീർത്തനമില്ലെങ്കിൽ നമ്മുടെ പാസ്റ്റർമാർക്ക് പ്രസംഗമില്ല. IPCയിലെ കരുത്തനായ ഒരു പാസ്റ്റർ PM ജോസഫ്. ഞാനിത് പറയുന്നതിൻ്റെ കാരണം തനിക്ക് കേട്ട് ലജ്ജിക്കട്ടെ. നിങ്ങളുടെ സ്റ്റെപ്പ് മാറ്റി ചവിട്ടെ. പുതിയ നിയമ വ്യവസ്ഥയിലേക്ക് വാ, ഉപദേശത്തിലേക്ക് വാ. അതിനാണ് ഞാൻ ഈ പറയുന്നത്. ആക്ഷേപിക്കാനും കളിയാക്കാനും പരിഹസിക്കാനും നിന്ദിക്കാനും അല്ലവേ അല്ല. അതെന്നോട് അങ്ങനെ ചെയ്യരുതെന്ന് കർത്താവ് പറഞ്ഞിരിക്കുക. പരിഹാസം നിന്നൊന്നും നമുക്കില്ല. മടങ്ങി വാ ഉപദേശത്തിലേക്ക്, പത്യോപദേശത്തിലേക്ക് മടങ്ങി വാ. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ മുഴുവനും അറിയിച്ചു തന്നിരിക്കുക. ആ ആലോചന മുഴുവൻ മറച്ചു കളഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ആത്മീയവർത്തന വരുത്തുവാനും സകല വിശുദ്ധന്മാരോട് കൂടി അവകാശം തരാൻ കഴിയുന്ന ക്രിസ്തുവിൽ അവൻ്റെ വചനത്തിൽ ഞാൻ ഫലമേൽപ്പിക്കുന്നു. വചനത്തിൽ നിന്നുകൊള്ളുക, വ്യവസ്ഥയിൽ നിന്നുകൊള്ളുക, അല്ലെങ്കിൽ രക്ഷയില്ല. മർക്കോസ് 7 വന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു, കർത്താവ് പറഞ്ഞു, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വയറ്റിലേക്ക് ചെല്ലുന്നത് അത്രേ മറപ്പുരയിലേക്ക് പോകും. ഇങ്ങനെ സകല ഭോജ്യങ്ങൾക്കും ശുദ്ധി വരുന്നു എന്ന് പറഞ്ഞു. അടുത്ത 20, 21, 22, 23 വാക്യങ്ങളാണ് നമ്മുടെ കൺക്ലൂഷൻ വാക്യം. അതിലേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. മനുഷ്യൽ നിന്ന് പുറപ്പെടുന്നത് അത്രയും മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അകത്തു നിന്ന്, മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ വക ദോഷങ്ങൾ എല്ലാം അകത്ത് നിന്ന് പുറപ്പെട്ട് കള്ളപ്പരീശന്മാരെ, ശാസ്ത്രിമാരെ നിങ്ങളെ അശുദ്ധനാക്കുന്നു. അതെൻ്റെ ഭാഷയാട്ടോ. മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ഭാവനയിൽ ഞാൻ കാണുകയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും കണ്ടം വഴി ഓടിക്കാണുമെന്ന് എൻ്റെ ചിന്ത.
ഇവനൊക്കെ ഓടിയ സ്ഥലത്ത് പുല്ല് പോലും മുളയ്ക്കത്തില്ല, സാധാരണ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞു. കാരണം ശരിയായ കാര്യമല്ലേ കർത്താവ് പറഞ്ഞത്? ഈ ന്യായപ്രമാണം അനുസരിക്കുന്നവരുടെ ഹൃദയത്തിലിരിക്കുന്ന മുഴുവൻ അതല്ലേ. കോടതി കയറുന്നത് എന്തുകൊണ്ട്? വഴക്കുണ്ടാക്കുന്നത് എന്തുകൊണ്ട്? ക്ഷമിക്കാൻ കഴിയാത്ത എന്തുകൊണ്ട്? സഹിക്കാൻ കഴിയാത്ത എന്തുകൊണ്ട്? ആത്മാവിന്റെ ഫലമുള്ളതല്ലേ ദൈവമക്കൾ. എന്താ ആത്മാവിന്റെ ഫലം? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ, സൗമ്യത, ഇന്ദ്രിയം. വഴക്കും പ്രശ്നങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചും സഹിച്ചും പോണം. ആ പക വെച്ചോണ്ടിരിക്കരുത്. പകയുള്ളൊരു സഹോദരനെ കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞേക്കുന്നത് എന്താ? കൊലപാതകൻ. വിശ്വാസികൾ എത്രയോ പക. എനിക്കറിയാം, ഞങ്ങൾ ഒരുമിച്ച് കൂട്ടായ്മയിൽ ഉണ്ടായിരുന്ന ഒരു 10-40-50 പേരുണ്ടെന്നോ. ആ സഹോദരന്മാർ പലരും, അതിലൊന്നും ഒരു പാർഷന്മാരാണ്, അത് ഓർത്തോണം, ഇപ്പോഴും ആ പക ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരോട് ഓരോരുത്തരോട് വിളിച്ച് പറഞ്ഞാ, പക വിദ്വേഷമൊക്കെ കളയണം കേട്ടോ. അത് ഗൾഫിൽ വെച്ചുകൊണ്ടായിരുന്ന ആ വൈര്യം ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂട്ടു സഹോദരന്മാരുണ്ട്. അതിലൊരു അച്ചായൻ പറഞ്ഞു, പാർട്ടിൻ്റെ മെസ്സേജ് എനിക്ക് കേൾക്കണ്ടെന്ന്. വേണ്ട, അങ്ങനെ പുള്ളിക്കിട്ട് കുത്തുന്നുണ്ട്, അതുകൊണ്ടാണ് വേണ്ടെന്ന് പറഞ്ഞത്. 2-3 പേര് പറഞ്ഞു, പാസ്റ്ററുടെ മെസ്സേജ് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞാൻ വേണ്ടെന്ന്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ താല്പര്യമുള്ളവർ കേട്ടാൽ മതി. നിങ്ങൾക്ക് കേൾക്കണമെന്നൊരു നിർബന്ധമല്ലോ ഉണ്ടോ? വെളിപ്പാട് പുസ്തകത്തിൽ ഒട്ടനവധി പ്രാവശ്യം പ്രയോഗിക്കുന്നൊരു പ്രയോഗം ഉണ്ടല്ലോ. എന്താ? ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവി ഇല്ലാത്തതുകൊണ്ടാണോ? മനസ്സുണ്ടെങ്കിൽ കേട്ടാൽ മതി എന്നതിൻ്റെ അർത്ഥം. നിനക്ക് നിത്യത പ്രാപിക്കാൻ, നിനക്ക് സ്വർഗരാജ്യം പ്രാപിക്കാൻ, നിനക്ക് ദൈവരാജ്യം പ്രാപിക്കാൻ ഈ പ്രമാണം നീ അനുസരിച്ചാലേ നടക്കുള്ളൂ. അതിനുവേണ്ടി മനസ്സ് വെച്ച് കേൾക്കണം. പത്രോസിന്റെ 1-ാം പ്രസംഗത്തിൽ കുത്തുകൊണ്ടവരാണ് മാനസാന്തരപ്പെട്ടത്. ഞാൻ ഈ പ്രസംഗിക്കുന്ന പ്രസംഗം നിങ്ങൾക്ക് കുത്തുകൊണ്ടാൽ നിങ്ങൾ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ നിങ്ങളുടെ കാര്യവും പോക്കാം. അല്ല, ഞാനെന്ത് പറയാനാ? ഹല്ലേലൂയ. ഈ സോപ്പിട്ട് പറയുന്ന രീതികളൊന്നും നമുക്കില്ല പ്രിയമുള്ളവരെ. വലിയ ശാസ്ത്രിമാരും പരീശന്മാരുടെയും മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ഇതൊക്കെ നമുക്കുണ്ടോ നോക്കിയോണേ. ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന്. പെന്തക്കോ സമൂഹമേ, നിങ്ങളിൽ ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് പകൽക്കാലം ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് ഈ സ്വഭാവങ്ങളോട് വിട പറഞ്ഞ് ക്രിസ്തുവിൻ്റെ സ്വഭാവവും ക്രിസ്തുവിൻ്റെ മനസ്സും അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം. എന്നാൽ മാത്രമേ തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുകയുള്ളൂ. പ്രിയമുള്ളവരെ, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകും. അവനോട് സദൃശ്യന്മാരാകും. ആരോട്? യേശു ക്രിസ്തുവിനോട് സാദൃശ്യമുള്ള ശരീരം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ഈ സ്വഭാവ ഗുണങ്ങൾ, ഈ വികലമായ ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോകണം. ജഡത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഗലാത്യലേഖന കർത്താവ് പറയുന്നത്. ജഡത്തിൻ്റെ സ്വഭാവം, ഗലാത്യലേഖനം 5-ാം അധ്യായം എടുക്കാം. ഗലാത്യലേഖനം 5-ാം അധ്യായം. ഇതൊക്കെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോകണം പ്രിയമുള്ളവരെ. ഗലാത്യലേഖനം 5-ാം അധ്യായം. ജഡത്തിൻ്റെ പ്രവൃത്തി: തുറന്നുടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ചാരശങ്കം, ക്രോധ, ശാഠ്യം, ഒന്നപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് എന്നിവ വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. ഇതാരോടാ പറയുന്നത്? ഇത് സഭയോട് പറയുക. ഗലാത്യയിലെ പ്രബുദ്ധരായ വിശ്വാസികളോട് പറയുക. മറ്റതാരോട് പറയുക? യഹൂദ ന്യായപ്രമാണത്തിൽ ജീവിച്ച കള്ള ശാസ്ത്രിമാരും പരീശന്മാരോട് പറയുക. ആടിയൊക്കെ വളർത്തി വലിയ ഭക്തന്മാരാണെന്ന് കാണിക്കുന്നവരോട് പറയുക. അപ്പം യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ, കർത്താവിൻ്റെ ശിഷ്യന്മാരെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചോണം, അടി വശമില്ലാതെ വരും. കർത്താവ് അവരുടെ കൂടെ ഉണ്ടതുകൊണ്ട് കർത്താവ് നല്ല ചുട്ട മറുപടി കൊടുത്തു. ഈ പാവങ്ങൾ മാത്രമായിരുന്നെങ്കിൽ അവരെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയനവന്മാരെല്ലാം കൂടി. കർത്താവ് അവരുടെ കൂടെ ഉള്ളത് കൊണ്ട് കർത്താവ് അവർക്ക് ഉചിതമായ മറുപടി കൊടുത്തു. അവർ സ്ഥലം വിട്ടു ഓടുന്നു, ഓടി രക്ഷപ്പെട്ടു. ഞാൻ വിചാരിക്കുന്ന അവിടെ നിന്ന് ഓടിയ ഓട്ടം വീട്ടിൽ ചെന്ന് അവർ നിന്ന് കാണത്തുള്ളൂ. അതുപോലെയുള്ള മറുപടിയല്ലേ കൊടുത്തത്.
അപ്പൊ ഇന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ട എന്താ? നമ്മുടെ ഹൃദയത്തിൽ ഈ കാര്യങ്ങളുണ്ടോ? ഓരോന്നോരോന്നായിട്ടുണ്ടോ എന്ന് വായിച്ച് ചിന്തിച്ചോണം. ദുശ്ചിന്ത നമ്മളിൽ ഉണ്ടെങ്കിൽ കർത്താവേ ദുശ്ചിന്ത മാറ്റി ഉയരത്തിലുള്ള ചിന്തിപ്പാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ആത്മീകമായിട്ട് എടുക്കണം. അതിന് ഞാൻ ക്രിസ്തു ഏകപുരുഷനെ നിർമ്മലയെ അന്വയിപ്പിപ്പാൻ നിങ്ങളെ വിവാഹം നിശ്ചയം ചെയ്തു. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടാൽ വ്യഭിചാരിയായി. അങ്ങനെ പഠിക്കണം. ക്രിസ്തുവിന്റെ പ്രമാണത്തിൽ നിന്ന് വേറെ പ്രമാണത്തിലേക്ക് പോയാൽ ആത്മീക വ്യഭിചാരം. അതാ നിലയിൽ നമുക്ക് പഠിക്കാൻ കഴിയുമോ? അതങ്ങനെ പഠിപ്പിക്കുന്നവരില്ലല്ലോ. പിന്നെ ഇപ്പൊ എന്താ ചെയ്യാനാ? എന്നാൽ ഇപ്രാവശ്യം കേട്ടോ, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടാൽ എന്തായി? ഹൃദയം വഷളായി. വഷളായാൽ നമ്മൾ ആരായി? മണവാളനാകുന്ന ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മണവാട്ടി പദത്തിലെത്താൻ, അല്ലെങ്കിൽ കന്യകയായി ജീവിച്ച് മണവാട്ട പദത്തിലെത്താൻ വേണ്ടി ഈ ഓടിക്കൊണ്ടിരിക്കുന്നവരല്ലേ? ആ മണവാളിനെ കുറിച്ചുള്ള ചിന്തകളും മണവാളിനെ കുറിച്ചുള്ള വിചാരങ്ങളും മണവാളന്റെ ഉപദേശങ്ങളും മണവാളന്റെ എല്ലാം വിട്ടുകളഞ്ഞാൽ പിന്നെ നമ്മൾ ആരായി? ലോകത്തിലേക്കായില്ലേ? ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടാൽ വഷളായില്ലേ? വഷളായി കഴിഞ്ഞാൽ നമ്മൾ ആരായി? മണവാളൻ ഇഷ്ടപ്പെടാത്ത ആളായി മാറി, ആത്മീയ വ്യഭിചാരം ചെയ്യുന്നവരായി മാറി. ക്രിസ്തുവിനെ വിട്ടുപോയപ്പോൾ, മണവാളനാകുന്ന ക്രിസ്തുവിനെ വിട്ട് ലോകത്തിലേക്ക് പോയപ്പോൾ സഹോദര ആത്മീക വ്യഭിചാരം ചെയ്യുന്നവരായി മാറി. നമ്മൾ പറഞ്ഞു തരാൻ ആളില്ലാത്തതിനിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ? ഞാനിതൊക്കെ ശക്തിയോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് വാട്സപ്പിലും ഇതൊക്കെ പ്രസംഗം കേൾക്കാൻ ആൾക്കാർ കുറവാ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? വേണമെന്നുള്ളവൻ കേട്ട് രക്ഷപ്പെട്ടു പൊക്കോ. സ്വർഗത്തേക്ക് പോകാനുള്ള വഴിയാണ് ഞങ്ങൾ തെളിച്ചു തരുന്നത്. അത് ഇടുക്കമുള്ള വഴി, ഞെരുക്കമുള്ള വഴി കൈയൊക്കെ ശരിയാ. പക്ഷേ ഇവിടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചാലും നമുക്ക് എന്തുണ്ട്? നിത്യത കിട്ടാനിടയായി. അപ്പൊ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട വഷളായി കഴിഞ്ഞാൽ ആരായി? കന്യകയെ കർത്താവ് റിജക്റ്റ് ചെയ്ത് കളയും. കാഹളം ധരിച്ച് കർത്താവ് വരുമ്പോൾ ഞാനും നിങ്ങളും വഷളായി കിടന്നാൽ വഷളന്മാരിവിടെ കിടക്കും. എൻ്റെ കാര്യം കൂടി ചേർത്ത് ഞാൻ പറയുക. എന്നാൽ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളാകാതെ ഏകാഗ്രതയും നിർമ്മലതയിലും വിശുദ്ധിയിലും ജീവിച്ച് ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്നാൽ, വിശുദ്ധിയോടെ ജീവിച്ചുകൊണ്ടിരുന്നാൽ, ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങൾ വിശുദ്ധരായിരിക്കും എന്ന് എഴുതിയിരിക്കുന്നത്. എവിടെ എഴുതിയിരിക്കുന്നത്? പത്രോസിൻ്റെ ലേഖനം. നമുക്കതൊന്നും എടുക്കാം. പത്രോസിൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായമാണെന്ന് എൻ്റെ ഓർമ്മ. ഞാനത് നിങ്ങളെ വായിച്ചു കേൾപ്പി. എനിക്ക് ഈ വചനം പറയാനല്ലാതെ വേറൊന്നും എനിക്കറിയത്തില്ല. പലരുമൊക്കെ എന്തൊക്കെ പ്രസംഗിച്ചു വിട്ടു, എനിക്കൊന്നും അറിയിച്ചില്ല. പത്രോസ് പറഞ്ഞിരിക്കുന്നത് ഒരുത്തൻ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്ന പോലെ എന്ന് എഴുതി വെച്ചേക്കും. ഓരോരുത്തർ പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ടാൽ നമ്മളൊക്കെ ഓടേണ്ടി വരും. ഒരുത്തൻ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്ന പോലെ, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണം. പ്രസംഗം ദൈവവചനം പ്രസംഗിക്കില്ല, ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസംഗിക്കില്ല. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ മനസ്സുറപ്പിച്ച് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ നിങ്ങൾ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധരാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവർ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പി. വിശുദ്ധിയോടെ നിർമ്മലതയോടെ നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കണം. വിശുദ്ധന്മാർക്കും വിശുദ്ധമതികൾക്കുമാണ് കർത്താവിൻ്റെ വരവിൽ പോകാൻ കഴിയുന്നത്. വെള്ള വസ്ത്രം ഇട്ടുകൊണ്ടാലൊന്നും വിശുദ്ധിയാകത്തില്ല. വെള്ള വസ്ത്രം മാതൃകയാണ്, നല്ലതാണ്. വെള്ള സാരിയും വെള്ള ബ്ലൗസും ഒക്കെ ഇട്ട് ഒരു തല എന്താ പറയുക ശിരോവസ്ത്രമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭക്തിയാണെന്നൊക്കെ തോന്നും. അത് ഭക്തിയുടെ വേഷമാണ്. ഇന്ന് പല ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്ന ഭക്തന്മാരെ കൊണ്ട് ഈ ഭൂമി നിറഞ്ഞു കിടക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതികൾക്ക് വ്യത്യാസം വരട്ടെ. നമ്മുടെ ഹൃദയത്തിൽ ദുശ്ചിന്തയുണ്ടെങ്കിൽ അതിനോട് വിട പറയാം. വ്യഭിചാരമുണ്ടെങ്കിൽ അതിന് വിട പറയാം. പരസംഗം, യേശുക്രിസ്തുവിനെ വിട്ടുപോകുന്നതും പരസംഗമാണ്. ആക്ഷരിക പരസംഗവുമാണ്. അത് വലിയ പാപം. കൊലപാതകം, സഹോദരനെ പകയ്ക്കുന്നത് കൊലപാതകമാണ്.
മോഷണം, ആക്ഷരിക മോഷണവും ആടുമോഷണവും രണ്ടും മോഷണം തന്നെ. ഹല്ലേലൂയ. അത്യാഗ്രഹം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാത്തത് അത്യാഗ്രഹമാണ്. പൗലോസ് എന്താ പറയുന്നത്? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഇത്ര മനോഹരമായി പറയും. ദുഷ്ടത, ദുഷ്ടത എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിലിവ് കാണിക്കാൻ. ഓ ഹല്ലേലൂയ. ഇന്ന് ലോകത്ത് കാണുന്ന ഏറ്റവും വലിയ പാപത്തിലൊന്നാ ദുഷ്ടത. രാഷ്ട്രീയക്കാർ മനുഷ്യനെ കൊന്നൊടുക്കുന്നു, രാഷ്ട്രീയ വൈരാഗികൾ മനുഷ്യനെ കൊന്നൊടുക്കുന്നു. ഒരേ പാർട്ടിയിലുള്ളവർ തന്നെ അവരൻ ഒരു നല്ല കാര്യം നമ്മൾ ചെയ്യുന്നത് തെറ്റെന്ന് പറഞ്ഞാൽ അവരെ കൊന്നേക്കാൻ പറയുക. അതിന് ഇത് കൊടുത്തിരിക്കുകയാണ്. എന്തോ കൊടുക്കുക? അതിനെന്താ പറയണേ? കൊട്ടേഷൻ കൊടുത്ത് അവനെ കൊന്നേക്കുക. ആരാ? ഒരു പാർട്ടിക്കാരൻ അതേ പാർട്ടി ആശയത്തിലുള്ളവരെ മറ്റുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുക. കൊല്ലണമെന്ന് ദൈവം ആർക്കും അനുവാദം തന്നിട്ടില്ല. സ്വത്രം തൂക്കിക്കൊല്ലാനും വിഷം കൊടുത്ത് കൊല്ലാനൊന്നും ആരെയും ദൈവം അനുവദിച്ചിട്ടില്ല. ഇതൊക്കെ മനുഷ്യൻ ചെയ്യുന്നതാണ്. മനുഷ്യൻ ചെയ്യുന്ന അനുസരണക്കേടുകളാണ്. അതാണ് നമ്മൾ വായിച്ചത്. അതായത് മർക്കോസിൽ സുവിശേഷത്തിൽ പറയുന്നത് തന്നെയാണ്. ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യൻ്റെ കൽപ്പന, ദൈവകൽപ്പന തള്ളിക്കളഞ്ഞ് മനുഷ്യൻ്റെ കൽപ്പന, ദൈവകൽപ്പന ദുർബലമാക്കി അവനവൻ്റെ കൽപ്പന, അവനവൻ മനുഷ്യർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. സഭയിൽ ഇത് കടന്നുകൂടിയിരിക്കുക. കർത്താവ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ആ ഉപദേശങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുക. അവരവർക്ക് തോന്നിയ പോലെ ചെയ്തുകൊണ്ടിരിക്കുക. ഉപദേശം പഠിപ്പിക്കുന്നില്ല. ആരാധനയെക്കുറിച്ചുള്ള ഉപദേശം പഠിപ്പിക്കുന്ന സഭകൾ എത്രയുണ്ട്? വിശുദ്ധ ജീവിതത്തെ വേർപാടിനെ കുറിച്ച് പഠിപ്പിക്കുന്ന സഭകൾ എത്രയുണ്ട്? ഞാൻ പറഞ്ഞല്ലോ 1 നൂറ്റാണ്ട് സഭകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പോയി. ജഡീകന്മാരുടെ സംഘമായി മാറി. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലേക്ക് മടങ്ങി വരുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. ക്രിസ്തുവിൻ്റെ പ്രമാണത്തിലേക്ക് മടങ്ങി വരിക, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്ക് മടങ്ങി വരിക, രാജകീയ ന്യായപ്രമാണത്തിലേക്ക് മടങ്ങി വരിക. അത് യാക്കോബിൻ്റെ ഭാഷയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണത്തിൽ മടങ്ങി വരിക. അത് യാക്കോബിൻ്റെ ഭാഷയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തികൃതുപദേശത്തിലേക്ക് മടങ്ങി വരിക. അത് പൗലൂസിൻ്റെ ഭാഷയാണ്. അല്ലാതെ സഭയ്ക്ക് കർത്താവിൻ്റെ വരവിൽ പോകാൻ പറ്റുകയില്ല. ഇവിടെ കിടന്ന് കയ്യും കാലൂട്ടടിക്കുക, ഇവിടെ ജാതികൾ ജീവിക്കുന്ന പോലെ ലക്ഷറി ലൈഫ് നയിക്കാം. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 6 പേരുണ്ട്, അപ്പനും അമ്മയും 4 മക്കളും. ഞങ്ങൾക്ക് 6 കാറുണ്ട്. ഒരു കാറ് എക്സ്ട്രാ കൂടി ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ പോകാനുള്ള വഴികളാണ്. ഈ നമ്മുടെ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനുള്ള സാധനങ്ങളാണ്. മുകളിലോട്ട് പോകണമെങ്കിൽ ഈ ഉപദേശം അനുസരിക്കണം. അതിനെന്ത് ചെയ്യണം? അതിനു വേണ്ടി തീരുമാനം പ്രതിഷ്ഠയെടുക്കണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തികൃത്വോപദേശവും ഞാൻ ഇന്നു മുതൽ അനുസരിച്ച് ജീവിക്കുമെന്ന് ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആര് തീരുമാനമെടുക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ പ്രൗഢിയും യോഹന്നാൻ്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നൊരു ഭാഗം, യോഹന്നാൻ പറയുന്ന ഭാഗം എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വരുന്നു. എന്താണെന്ന് നമുക്ക് നോക്കാം. വചന ഹൃദയത്തിൽ തന്നു കഴിഞ്ഞാൽ അതെടുത്ത് വായിച്ചാൽ മാത്രം മതി. അതിൻ്റെ സ്ഥലത്താണെന്ന് പോലും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ഉപദേശിച്ച് തരും എന്നുള്ളതാണ് സന്തോഷകരമായ വാക്ക്. 1 യോഹന്നാൻ്റെ ലേഖനത്തിൽ യോഹന്നാൻ എഴുതിയിരിക്കുന്ന ആ വേദഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. 1 യോഹന്നാൻ 2:15. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന് പിതാവിൻ്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവിതത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകത്തിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും. ദൈവ ഇഷ്ടം ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്ന് രാവിലെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ വരുന്നൊരു സഹോദരനോട് ഞാൻ പറഞ്ഞു, പുള്ളി ഇങ്ങനെ ഒന്ന് സ്ലിപ്പായി ഇങ്ങനെ നിൽക്കുക. ഞാൻ പറഞ്ഞു, സഹോദര, ദൈവ ഇഷ്ടം ചെയ്യാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം ചെയ്തുകൊണ്ടിരിക്കുക. പൊക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പോകാമെങ്കിൽ പൊക്കോ. പക്ഷെ കർത്താവ് പറഞ്ഞു, എൻ്റെ കർത്താവെ കർത്താവ് എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. സ്വർഗരാജ്യത്തിൽ കിടക്കാൻ ഒരൊറ്റ വഴിയുള്ളൂ, സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം. അതാണ് 1 തെസ്സലോനി 5-ാം അധ്യായത്തിൻ്റെ 13 മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങൾ വായിച്ചു പഠിച്ചുകൊള്ളുക. അതാണ് സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം. ഇതല്ലോ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള ദൈവ ഇഷ്ടം. മുഴുവൻ വായിച്ചു പഠിച്ചോളാം. അത് വായിച്ചു പഠിക്കുമ്പോൾ ദൈവം നിന്നെ ശുദ്ധീകരിക്കും, ദൈവം നിന്നെ നിർമ്മലീകരിക്കും. അങ്ങനെ ദൈവ ഇഷ്ടത്തിന് പ്രാപ്തരാകാൻ
1 തെസ്സലോനിക്ക അവസാനം വരുമ്പോൾ ഇത് സഭയിലെല്ലാം വായിച്ച് കേൾപ്പിക്കണമെന്ന് പൗലോസ് ഒരു സർക്കുലർ ലേഖനമായിട്ട് തെസ്സലോനിക്ക ലേഖനം നിൽക്കുക. എത്ര പേര് തെസ്സലോനിക്ക ലേഖനം പഠിപ്പിക്കുന്നു? പഠിപ്പിക്കും പാസ്റ്ററേ, ഞങ്ങൾക്കൊരു ശവം വേണം മുമ്പിൽ. മരിച്ചു കിടക്കുമ്പോൾ ഞങ്ങൾ പറയും, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശമ്പത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് എഴുന്നേൽക്കും. അപ്പം ഞങ്ങൾക്കൊരു ശവം കിട്ടിയാലേ അത് പ്രസംഗിക്കാൻ പറ്റൂ. പ്രസംഗിച്ചോ? അപ്പം പ്രസംഗിച്ച ഈ കിടക്കുന്ന വ്യക്തി പോകുന്ന ഒരു ഉറപ്പുമില്ല, ഒരു ഗ്യാരണ്ടി ഇല്ല. അവൻ മരിക്കുന്നതിന് മുൻപ് ഹേ മരണമേ എന്നിട്ട് ജയം എവിടെ? ഹേ മരണമേ എന്നിട്ട് വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തി, ന്യായപ്രമാണം. ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് ക്രിസ്തുവിൻ്റെ ജഡശരീരത്തിലൂടെ നമുക്ക് വിടുതൽ തന്നു, സ്വാതന്ത്ര്യം തന്നു. പിന്നെയും ആ ഇടിച്ചു കളഞ്ഞതിനെ പണിതുകൊണ്ടിരിക്കുക പലരും. കർത്താവും അപ്പോസ്തലന്മാരും കൂടി ഇടിച്ചു കളഞ്ഞ ന്യായപ്രമാണം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ മോശ നിങ്ങളെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് മോശ പറഞ്ഞത് മുഴുവൻ ഇടിച്ചു കളഞ്ഞൊരു പുതിയ പ്രമാണം മത്തായി 5-ൽ കർത്താവ് തന്നു. ഇന്നത്തെ ഉപദേശിമാർ ആ കർത്താവും അപ്പോസ്തലന്മാരും ഇടിച്ചു കളഞ്ഞത് അവർ പണിതുകൊണ്ടിരിക്കുക. ഈ ദൈവസനിൽ വലിയ കൃത്യവിലോപമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ആ വാക്യം ഒന്നുകൂടി, അവസാനത്തെ വാക്യം ഒന്നുകൂടി വായിക്കാം. മനുഷ്യരിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അകത്ത് നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്ത് നിന്ന് പുറപ്പെട്ട് ശാസ്ത്രിമാരെ, പരീശന്മാരെ, നിങ്ങളെ അശുദ്ധരാക്കുന്നു. പെന്തക്കോസ്തുകാരെ, എന്നെയും നിങ്ങളെയും അശുദ്ധരാക്കാൻ കഴിവുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം വിട്ടോടുവാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി ഇന്ന് പലകാലം ദൈവസന്നിധിയിൽ നമുക്ക് താണ്ടിരിക്കാം. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ കൽപ്പന എന്ത് ചെയ്യുന്നു? വിട്ടുകളയുന്നു. കർത്താവിൻ്റെ കൽപ്പന എന്ത് ചെയ്യുന്നു? തള്ളിക്കളയുന്നു. കർത്താവിൻ്റെ കൽപ്പന ദുർബലമാക്കുന്നു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കോട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾ കർത്താവിൻ്റെ കൽപ്പന ദുർബലപ്പെടുത്തുന്ന, വിട്ടുകളയുന്ന, തള്ളിക്കളയുന്നവരുടെ ലിസ്റ്റിലാണ്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ നിത്യത ലഭിക്കും? അതുകൊണ്ട് ഞാൻ കൈകൂപ്പി വിളിച്ചു പറയാം, കർത്താവും അപ്പോസ്തലന്മാരും തന്നിരിക്കുന്ന പ്രമാണങ്ങളെ പുതിയ നിയമസഭയെ പഠിപ്പിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുവാൻ ഈ പ്രബോധനങ്ങൾ നിങ്ങൾക്കൊരനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് വനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. പ്രാർത്ഥിച്ചാട്ടെ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ദൈവവചനം ഇന്ന് പൽക്കാലങ്ങളിൽ നിന്ന് കേൾപ്പിച്ചല്ലോ. മർക്കോസ് 7-ന്റെ 1 മുതൽ 23 വാക്യത്തിലെ പഠനങ്ങൾ പലപ്പോഴും ഞങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് പൽക്കാലം അത് സവിസ്താരമായി ഒരു ചെറിയ അളവിലെങ്കിലും ഞങ്ങൾക്ക് പഠിക്കുവാൻ, ധ്യാനിക്കുവാൻ ഇടയായി. ആ വചനവ്യവസ്ഥയുടെ മുൻപാകെ അടിയനെ സമർപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. വാട്സപ്പ്, ടെലഗ്രാം, യൂട്യൂബിലൂടെ വചനം കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. എല്ലാവരും വചനം കേട്ട് അവിടെ ഹൃദയത്തിലുള്ള പാപപ്രവൃത്തികളെല്ലാം വിട്ടുകളഞ്ഞ് ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി അവിടെ വരവിനു വേണ്ടി ഒരുങ്ങി നിൽപ്പാൻ ഈ പ്രബോധനങ്ങൾ, ഈ വചന പ്രഘോഷണം അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. പ്രാർത്ഥനയായിട്ട് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം നല്ല പിതാവേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയുടേതായി സ്തോത്രം ചെയ്യാം. കർത്താവ് തന്ന വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ചു മഴയുടെ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം, കാവലും കൂട്ടായ്മയും നമ്മോട്, നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോട്, ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും കർത്താവിൻ്റെ വരവരെ നിങ്ങളെന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, വേഗം വരണം. കർത്താവിൻ്റെ ദിവ്യ സമാധാനം നമ്മോടുകൂടി ഇരിക്കട്ടെ. ആമേൻ, ആമേൻ.